സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളിൽ മുൻ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന് വൻ തിരിച്ചടി. ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചത്. സർക്കാർ നൽകുന്ന പാനലുകളിൽ നിന്നും മാത്രമേ VC നിയമനം നടത്താനാകൂ എന്നും കോടതി വ്യക്തമാക്കി. സാലി മുഹമ്മദ് ഉണ്ട്. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവകളിലേക്ക് താൽക്കാലിക VCമാരെ തന്നിഷ്ടപ്രകാരം നിയോഗിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ നടപടി നിയമപരമല്ല എന്നുള്ളതാണ്. അതിന് കാരണം സർവകലാശാല ആക്ടിലും UGC റെഗുലേഷൻസിലും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. താൽക്കാലിക VCമാരുടെ നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നടത്താവൂ എന്ന കാര്യം. പക്ഷേ അത് പരിഗണിക്കാതെ സർക്കാർ നൽകിയ പട്ടികകൾ മാറ്റിവെച്ച് തന്നിഷ്ടപ്രകാരം രണ്ടുപേരെ അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ചാൻസലർ പദവി ഉപയോഗിച്ച് താൽക്കാലിക VCമാരായി നിയോഗിക്കുകയായിരുന്നു. ഇതാണ് സർക്കാർ ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഈ സിസ തോമസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ട്. ആ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ കൃത്യമായി കോടതി പറയുന്നത് ഈ താൽക്കാലിക VCമാരുടെ നിയമനം സർക്കാർ പട്ടികയിൽ നിന്നും മാത്രമേ നടത്താവൂ എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതും അവഗണിച്ചുകൊണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി. അതാണ് സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തത്. കോടതി കൃത്യമായി സർക്കാർ നിലപാട് അംഗീകരിച്ചു. അതായത് താൽക്കാലിക VCമാരുടെ നിയമനം സർക്കാർ പട്ടികയിൽ നിന്നും മാത്രമേ നടത്താവൂ. ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ നടത്തിയ നടപടി നിയമപരമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ സിസ തോമസ് കേസിൽ പുറപ്പെടുവിച്ച ഉത്തരവ് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് നടന്ന പല നടപടികളും നിയമവിരുദ്ധമാണ് എന്ന് മുൻപ് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ VCമാരുടെ നിയമന കാര്യത്തിൽ ഒക്കെ സർവകലാശാലകളിൽ അതിരുവിട്ട അധികാരപ്രയോഗം ഗവർണർ നടത്തിയിരുന്നു. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച്, ആ പദവി ഉപയോഗിച്ച് അതിനെതിരെ നിരന്തരം നിയമപരമായും രാഷ്ട്രീയമായും പോരാടുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ആ പോരാട്ടത്തിന് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന അംഗീകാരമാണ്, വിജയമാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. മാത്രമല്ല, ഗവർണറുടെ നടപടികളെ പിന്തുണച്ച UDFനും അതിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകി ഒരുപറ്റം മാധ്യമങ്ങൾക്കും ലഭിച്ച തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ്.